ശ്രീ സി പി ജോൺ, നോക്കൂ, നമ്മൾ ഒരു നിർണായക തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചു. BJP പ്രതിനിധി ഇവിടെ കാര്യങ്ങൾ വിശദീകരിച്ചു. 2 ദിവസം മുൻപ് സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചു. CPM പ്രതിനിധിയും പറഞ്ഞു ഈ 2 ബജറ്റുകളും ജനപ്രിയ പ്രഖ്യാപനങ്ങൾ കൊണ്ട് ആ രീതിയിൽ ശ്രദ്ധ നേടിയ ബജറ്റുകളല്ല എന്നത് നമുക്ക് മനസ്സിലാകും. ഇപ്പോഴത്തെ രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഒക്കെ ധനസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ എന്താണോ യാഥാർത്ഥ്യം അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ബജറ്റുകളാണോ? എങ്ങനെയാണ് താങ്കൾ ഇതിനെ നോക്കിക്കാണുന്നത്? മറ്റൊരു തരത്തിലും ജനപ്രിയ പ്രഖ്യാപനങ്ങളിലേക്ക് ചിന്തിക്കാനോ നോക്കാനോ പറ്റാത്ത വിധം സാമ്പത്തികമായി പ്രശ്നങ്ങൾ നേരിടുന്നോ സംസ്ഥാനവും രാജ്യവും? സംസ്ഥാന ബജറ്റ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നില്ല, ധാരാളമായി സംസാരിച്ചതാണ് ആ ദിവസം. ഈ ബജറ്റ് എന്ന് പറയുന്നത് ജനപ്രിയം ആകണമെന്ന് പോലും കരുതുന്ന ഒരാളല്ല ഞാനത്. വസ്തുനിഷ്ഠവും അതേപോലെ തന്നെ സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യങ്ങളോട് ആ രംഗത്തെ വെല്ലുവിളികളോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നതാണ് ആവേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിന് എന്ത് കിട്ടിയെന്ന് നോക്കുന്നത് ഞാൻ രണ്ടാമത് വരാം. ഒരു ഇന്ത്യയുടെ ബജറ്റ് എന്ന രീതിയിൽ വളരെ വീക്കായിട്ടുള്ളൊരു ബജറ്റാണ്, കോൾഡ് ബജറ്റ് എന്നാണ് ഞാനതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ ബജറ്റിനെ ഉറ്റുനോക്കുന്നത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബീജിംഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഒക്കെയാണ്. ഇന്ന് നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കാണാൻ കഴിഞ്ഞത് ബോംബെ ലോകത്തെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. അവിടെ വൻ തകർച്ചയാണ് ഉണ്ടായത്. ഞായറാഴ്ചയായിട്ട് പോലും അവർ തുറന്നിരുന്നു. വലിയ തകർച്ചയാണ് ഉണ്ടായത്. അപ്പോൾ ടേസ്റ്റ് ഓഫ് ദ ഫുഡിങ് എന്ന് പറയുന്നത് ഈ ഇന്ത്യ ഗവൺമെൻറ് എന്തോ ഒരു പ്രശ്നത്തിലായിരിക്കുന്നു. അവർക്ക് ഒരു നല്ല ഹോട്ട് ബജറ്റ് അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അവർക്ക് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. നേരത്തെ സമ്പത്ത് പറഞ്ഞ ഇൻഡിക്കേറ്റേഴ്സിനെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് 56% നിന്ന് 55% കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ ഡെറ്റ് GDP റേഷ്യോ വളരെ ഹൈ ആണ്. അതുപോലെ ലോകത്ത് മുഴുവൻ ഫിസ്ക്കൽ ഡെഫിസിറ്റ് GDPയുടെ 3% താഴെ ആവണം, 3% മാക്സിമം ആണ്, അതിലേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. നമ്മളിപ്പോൾ 3.8% കേരളത്തിലുണ്ട്. പക്ഷെ അവരിപ്പോൾ 4.5 നിന്നും 4.4 കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 3 വളരെ കൂടുതലാണ് അവരുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും നല്ലതല്ല. മാത്രമല്ല, കഴിഞ്ഞ തവണ ബീഹാറിനെ കുറിച്ചൊക്കെ മക്കാന ഫാമിംഗ് എന്നൊക്കെ പറഞ്ഞത് വളരെ ബോറായിരുന്നു, ഭയങ്കര വൃത്തികേടായിരുന്നു അത്. കാരണം ഒരു സ്റ്റേറ്റിന് വേണ്ടി തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനെ പ്രഖ്യാപനം നടത്തുന്നതിനോട് ഒരു സാമ്പത്തിക രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ വിയോജിക്കുകയാണ് ചെയ്യുക. കഴിയുന്നതും സ്റ്റേറ്റുകളുടെ പേര് പറയാതിരിക്കുകയാണ് വേണ്ടത്. മറിച്ച് എല്ലാ സ്റ്റേറ്റിനും വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് മധ്യവർഗത്തിൽപ്പെട്ട ആളുകളുടെ ഇൻകം ടാക്സിൽ, ഡയറക്റ്റ് ടാക്സിൽ എന്തെങ്കിലും കുറവ് വന്നോ? ഡയറക്റ്റ് ടാക്സിൽ യാതൊരു കുറവും വന്നിട്ടില്ല. ഇൻകം ടാക്സ് അടയ്ക്കുന്ന ഇടത്തരക്കാരും ചെറിയ ശമ്പളം മേടിക്കുന്നവരും അവർ വളരെ പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്നു, ഒന്നും സംഭവിച്ചില്ല. 2, എല്ലാ സ്റ്റേറ്റുകൾക്കും ബാധകമായിട്ടുള്ളതാണ് തൊഴിലുറപ്പ് പദ്ധതി. അതിൻ്റെ ഡീറ്റെയിൽ ബജറ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ പേപ്പേഴ്സ് കിട്ടുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. എങ്കിലും ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാ പ്രിൻ്റ് ഔട്ടുള്ളതും എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് ഈ ബജറ്റ് മൗനം പാലിച്ചു. ബജറ്റ് ഡോക്യുമെൻറ്റിലുണ്ടാവും, പക്ഷേ എത്ര കോടിയാണ് കൊടുക്കുന്നത്? 45,000-ൽ നിന്ന് എത്ര കൂടിയോ കുറഞ്ഞോ? അതേപോലെ തന്നെ SC/ST വിഭാഗങ്ങൾക്ക് എത്രയാണ് കൊടുത്തത്, എത്രയാണ് ഇത്തവണ കൊടുത്തത്, എത്രയാണ് കൂട്ടിക്കൊടുത്തത്? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ഹൗസിങ്ങിന് എത്രയാണ് പാവപ്പെട്ടവരുടെ ഹൗസിങ്ങിന് എന്തെങ്കിലും പ്രയോജനമുണ്ടായോ? കർഷകരുടെ കടങ്ങൾ, അതാണല്ലോ ഒരു വലിയ പ്രശ്നം, അതിലെന്തെങ്കിലും ഇളവുണ്ടോ? MSMEകൾ, തകർന്നുപോയ MSMEകൾ അവർക്കെന്തെങ്കിലും ആശ്വാസമുണ്ടോ? അത്തരത്തിലുള്ള പോളിസി കാര്യങ്ങളാണ് ബജറ്റിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതാണ് കേന്ദ്ര ഗവൺമെൻറ് ചിദംബരമുള്ള സമയത്തും പ്രണാബ് മുഖർജിയുള്ള സമയത്തുമൊക്കെ ഒരു ബജറ്റിൽ കൂടെയാണ് നമുക്കറിയാം തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യങ്ങളും അതേപോലെ തന്നെ കടം എഴുതി തള്ളിയതുമൊക്കെ പറയുകയും ഇന്ത്യയുടെ ഇക്കോണമിയെ ഒരു വലിയ തുറവിയിലേക്ക് തുറന്നു വിട്ടത് നമ്മുടെ മൻമോഹൻ സിംഗിൻ്റെ ബജറ്റ് പ്രസംഗം, ചിദംബരത്തിൻ്റെ, പ്രണാബ് മുഖർജിയുടെയൊക്കെ ആ ബജറ്റ് പ്രസംഗങ്ങളാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായിട്ടുള്ള ആദ്യത്തെ ബജറ്റാണ്. അവിടെയാണ് ഒരു തണുത്ത വെള്ളം പോലെയുള്ള ഒരു കോൾഡ് ബജറ്റ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുകയും നമുക്കറിയാം ഈ ടാരിഫ് യുദ്ധം നടക്കുകയാണ്.
ടാരിഫ് യുദ്ധം ഒരു ഭാഗത്ത് നടക്കുന്നു, ട്രംപിൻ്റെ, അതിനെക്കുറിച്ച് പരാമർശമില്ല. വെനിൻസുലയിലെ ഒരു ഭരണാധികാരിയെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലിട്ടിരിക്കുകയാണ്, അതിനെക്കുറിച്ചൊരു പരാമർശമില്ല. റഷ്യൻ ഓയിൽ വാങ്ങരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങുമോ ഇല്ലയോ, അതിനെക്കുറിച്ച് പരാമർശമില്ല. അപ്പോൾ അന്താരാഷ്ട്ര രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അടിച്ചുകൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റുകൾ നോക്കി വീർപ്പടക്കി നിൽക്കുന്ന ഒരു കുട്ടിയെപ്പോലെയാണ് നിർമ്മലാ സീതാരാമനെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് കേരളത്തിന് എന്ത് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് അതിലത്തെ നമുക്ക് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണെങ്കിലും ഇന്ത്യൻ ജനതയുടെ ഒരു പ്രഖ്യാപനമാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണിത്. ആ ലോകത്തെ ഏറ്റവും വലിയ ഗവൺമെൻറ് നടത്തിയ ശുഷ്കമായ ഒരു സാമ്പത്തിക പ്രസ്താവനയാണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ്, ധനകാര്യ പ്രസ്താവനയാണ് ഇത് എന്നതാണ് എൻ്റെ ആദ്യ വിമർശനം. ആ വിമർശനത്തിന് പകരം കേരളത്തിന് കിട്ടിയ 1-2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് കിട്ടാത്തത് അത് പറഞ്ഞതിനെ ലഘൂകരിക്കരുത് എന്നാണ് എനിക്ക് ഇത് വിമർശകരോടും പറയാനുള്ളത്. അതിനേക്കാൾ വലിയ വിമർശനം ഉയർത്തേണ്ടതായിട്ടുണ്ട്. ഇതൊരു കേരള പ്രശ്നമല്ല, 2 കേരളത്തിൻ്റെ കാര്യമാണ്. കേരളത്തിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും എല്ലാവരും പറഞ്ഞതോട് ഞാൻ യോജിക്കുകയാണ്, എനിക്ക് യോജിപ്പൊന്നുമില്ല. മാത്രമല്ല ഇവിടെ ഞാൻ അവിടെ കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ സി പി ജോൺ താങ്കളോട് ഒരു വ്യക്തത വരുത്തിക്കോട്ടെ. ദേശീയ തലത്തിലുള്ള വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തിക്കോട്ടെ. അതല്ല, ഇതിലൊരു സംശയം ചോദിക്കട്ടെ എന്നാണ് ചോദിച്ചത്. നോ, ഞാൻ പറഞ്ഞിട്ട് ഇടപെടാം. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മുടെ നല്ലൊരു നടനാണ് നമ്മുടെ സുരേഷ് ഗോപി. ഇപ്പോൾ അദ്ദേഹം ഒരു അപഹാസ്യ നടനാണ്. ഹാസ്യ നടൻ വലിയ മിടുക്കുള്ളവരാണ്, പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഒരു അപഹാസ്യ നടനായിട്ട് മാറിയിരിക്കുകയാണ്. അദ്ദേഹം പല പല മോശമായ വാക്കുകൾ താങ്കൾ പറഞ്ഞല്ലോ ഉപയോഗിച്ചു. എവിടെ പോയ AMS? എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ആളാണ്. BJPയിലേക്ക് ചേർന്നു എന്ന് ഒഴിച്ച വേറെ ഒരു തകരാറുമില്ലാത്ത നമ്മുടെ ശ്രീധരേട്ടൻ. അദ്ദേഹം ഇതിന് മുമ്പൊരു പണി ചെയ്തു, MLA ഓഫീസ് തുടങ്ങി ഇലക്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ. അതേപോലെ താൻ പൊന്നാനിയിൽ അദ്ദേഹം ഇപ്പോൾ ഒരു റെയിൽവേ ഓഫീസ് തുടങ്ങുകയാണ്. എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര റെസ്പെക്റ്റാണ്. അദ്ദേഹം പാർലമെൻറ്റ് പ്ലാനിംഗ് ബോർഡ് മെമ്പറായിരുന്നു. അദ്ദേഹം കാണിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്, എന്തായി ചെയ്യുന്നത്, ഒരു ഡോൺ ക്വിക്സോട്ടിയനായിട്ടുള്ള രീതിയിൽ അദ്ദേഹം താഴ്ന്നു പോയോ? ഇതൊക്കെ കൂടെ വന്നപ്പോൾ ഈ കടലാമ എന്ന് ആൾക്കാർ പറയാൻ തുടങ്ങി. എന്നാൽ ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ടോടെ വെച്ചു. ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട് വെച്ചപ്പോൾ എന്താ സംഭവം? ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ടിൽ 0.45% നമുക്കധികം കിട്ടി. അതിൽ UDFനും LDFനും അഭിമാനിക്കാം. കാരണം UDFും ഗവൺമെൻറ്റിൻ്റെ ഒപ്പം നിന്നു. ഗവൺമെൻറ് ബാലഗോപാലിൻ്റെ നേതൃത്വത്തിൽ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മെമ്മോറാൻഡം കൊടുത്തു. അത് 1.92 നിന്ന് 2.38 ഗവൺമെൻറ്റല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായിട്ടുള്ള ഫിനാൻസ് കമ്മീഷനാണ് കൊടുത്തത്. കർണാടകത്തിനും ബെനിഫിറ്റ് കിട്ടി, കേരളത്തിന് ബെനിഫിറ്റ് കിട്ടി, പഞ്ചാബിന് കിട്ടി, ഗുജറാത്തിന് കിട്ടി. എന്നാൽ അത്തരം ഒരു ബെനിഫിറ്റ് UPക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല, അവർ കുറച്ച് കുറഞ്ഞ്. തമിഴ്നാടിന് ഏതാണ്ട് അതേപോലെ നിൽക്കുകയാണ്. അതുകൊണ്ട് അടുത്ത ഗവൺമെൻറ് വരികയാണെങ്കിൽ, ഏത് ഗവൺമെൻറ് ആണെങ്കിലും, ഒരു വർഷം ഏതാണ്ട് 7000 കോടിയിലധികം രൂപ കേന്ദ്ര ഡിവിസീവ് പൂളിൽ നിന്ന് കേരളത്തിന് കിട്ടാൻ പോകുന്നു എന്ന ഒരു കണക്കുകൂടി വാസ്തവത്തിൽ നിർമ്മലാ സീതാരാമൻ അത് വായിച്ചില്ല. 41% വെർട്ടിക്കൽ ഡെവല്യൂഷൻ എന്ന് പറഞ്ഞുള്ളൂ. അതുകൊണ്ട് കിട്ടാത്ത കാര്യങ്ങളിലുള്ള അമർഷത്തോടൊപ്പം ഞാൻ ഒപ്പം നിൽക്കുന്നതോടൊപ്പം തന്നെ 2 കാര്യങ്ങൾ പറയട്ടെ. ഒന്ന്, ഇതൊരു ഏറ്റവും കോൾഡ് ബജറ്റാണ്. 2, കേരളത്തിന് സ്കീമുകൾ എന്ന അർത്ഥത്തിൽ പ്രഖ്യാപനങ്ങൾ നൽകാത്ത ഒരു ബജറ്റാണ് എന്ന അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനി ചോദിക്കാം. ശ്രീ സി പി ജോൺ, താങ്കൾ കോൾഡ് ബജറ്റ് എന്ന് പറഞ്ഞു, മറ്റ് പ്രഖ്യാപനങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. പക്ഷേ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഏതാണ്ട് ഈ 7 അതിവേഗ റെയിൽ ഇടനാഴി ഉൾപ്പെടെ ഏതാണ്ട് 12 ലക്ഷം കോടി മാറ്റിവെച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. റെയിൽവേക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ നീക്കിയിരിപ്പ് ഈ ബജറ്റിലുണ്ട്, 2.93 ലക്ഷം കോടി രൂപയുടെ. പ്രതിരോധത്തിനും അതുപോലെ ഉയർന്ന വിഹിതം മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ? നേരത്തെ താങ്കൾ ഈ അമേരിക്കൻ താരിഫ് ഭീഷണി പറഞ്ഞു. അതിന് ഈ പ്രത്യേക സാമ്പത്തിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ ആഭ്യന്തരമായി വിറ്റഴിക്കാൻ തുടങ്ങിയ ചില ഇടപെടലുകൾ പറഞ്ഞു പോകുന്നുണ്ട് നിർമ്മലാ സീതാരാമൻ. അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിൻ്റെ ആവശ്യവും അതേപോലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. നമ്മുടെ നാട്ടിലെ ചെമ്മീൻ പീൽ ചെയ്യുന്ന തൊഴിലാളികൾ മുതൽ, ചെമ്മീൻ പിടിക്കാൻ പോകുന്ന ആളുകൾ മുതൽ, അത് വിൽക്കുന്ന ആളുകൾ മുതലുള്ള ഫിഷറി സെക്ടർ, അതേപോലെ ടെക്സ്റ്റൈലിനെ കുറിച്ച് നിർമ്മലാ സീതാരാമൻ സാമാന്യമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് ഈ താരിഫ് വാർ എന്ത് അപകടമാണ് ഉണ്ടാക്കുക, അതിനെ
മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുകയാണ് എന്ന് രാജ്യത്തോട് പറയാൻ ഗവൺമെൻറ്റിന് കിട്ടിയ ഏറ്റവും വലിയ ടൂളാണ് ഈ ബജറ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. അതിൽ വളരെ തണുപ്പനായിട്ടുള്ള ഒരു സമീപനമാണ് നിർമ്മലാ സീതാരാമൻ. തീർച്ചയായും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെയും അറിവോടുകൂടിയായിരിക്കുമല്ലോ, അവരൊറ്റയ്ക്ക് ചെയ്യുന്നൊരു കാര്യമല്ല. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് മോശമായി പോയി. എന്നാൽ ഫിനാൻസ് കമ്മീഷൻ്റെ ഈ പ്രഖ്യാപനങ്ങൾ കർണാടകത്തിന് കുറച്ച് കൂടുതൽ കിട്ടാനുള്ള കാരണം നമ്മളെല്ലാം ആവശ്യപ്പെട്ടതുപോലെ കർണാടകമാണ് അതിനു വേണ്ടി കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞത്. അവർ പറഞ്ഞത് നമ്മൾ നൽകുന്ന ടാക്സ് ആകെ ടാക്സിൻ്റെ എത്ര % എന്നതിനനുസരിച്ച് വെയിറ്റേജ് തരണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് പ്രയോജനം കിട്ടിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും കുറേ നാളായിട്ട് കുറഞ്ഞുകൊണ്ടിരുന്ന ഫിനാൻസ് കമ്മീഷൻ അവാർഡുകൾ ഒന്ന് തിരിച്ച് 2.38 കയറി എന്നുള്ളത് നമുക്ക് ആശ്വാസകരമായൊരു കാര്യമാണ്. അത് നിർമ്മലാ സീതാരാമൻ തന്നോ അല്ലേ എന്നുള്ളതല്ല. ഫിനാൻസ് കമ്മീഷൻ കേന്ദ്രത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ക്രൂരതയായിട്ട് നമ്മളെപ്പോഴും പറയുന്നത് ഈ ഫിനാൻസ് കമ്മീഷൻ തരുന്നില്ല എന്നുള്ളതാണല്ലോ. അത് തീർച്ചയായിട്ടും ഗവൺമെൻറ് അല്ല, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായിട്ടുള്ള ഫിനാൻസ് കമ്മീഷനാണ് തരുന്നത്. അതുകൊണ്ട് അരവിന്ദ് പാണിഗ്രാഹിയുടെ ഈ കമ്മീഷൻ ഒരു ബെറ്റർ അവാർഡാണ് നമുക്ക് നൽകിയിട്ടുള്ളത് എന്നുകൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഡീറ്റെയിൽ റിപ്പോർട്ടുകൾ നമ്മൾ നോക്കിയെടുക്കണം. ഒന്ന്, അതിലുപരിയായിട്ട് നമുക്ക് വേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഇപ്പോൾ നാഷണൽ ഹൈവേ ഇപ്പോൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് റെയിൽവേ വികസനം ആവശ്യമുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റോട് എന്താ ചെയ്തത്? അവർ തന്നെ ഒരു റെയിൽ അങ്ങോട്ട് തുടങ്ങി. മഞ്ഞക്കുറ്റികൾ ഇപ്പോൾ ഇന്ന് ബിനോയ് വിശ്വം പറയുന്നുണ്ട്, മഞ്ഞക്കുറ്റിയൊക്കെ ഞങ്ങൾ പറിക്കും, മഞ്ഞക്കുറ്റി അടിച്ച സ്ഥലമൊക്കെ പഴയ പോലെയാക്കും. ഞാൻ ഈയിടെ കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ പത്രസമ്മേളനത്തിൽ പോയപ്പോൾ അവർ പറഞ്ഞു അവരുടെ കെട്ടിടത്തിൻ്റെ പുറകിലൊരു മഞ്ഞക്കുറ്റി അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവർക്കൊരു ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് പറയാനുള്ളത്, ഈ മഞ്ഞക്കുറ്റിയൊക്കെ പറിച്ചു കളഞ്ഞ് ആ സ്ഥലമൊക്കെ പഴയ പോലെ ആക്കണം. ഇതൊക്കെ വെറുതെ ദിവാസ്വപ്നങ്ങളാണ്. 100 കോടി രൂപ വേസ്റ്റാക്കി. അത് കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ ചോദിച്ചു വാങ്ങണം. അതിനുവേണ്ടി ഒരുമിച്ച് ഫൈറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ കോറിഡോർ എന്നുള്ള കോൺസെപ്റ്റ് വന്നു. ഇപ്പോൾ സ്മോൾ സിറ്റി എന്നുള്ള 5 ലക്ഷം പേരുള്ള സ്ഥലങ്ങൾക്ക്, പട്ടണങ്ങൾക്ക് ഒരു സിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അതൊക്കെ ഈ കൊല്ലം മാത്രമേ ഇനിയും വരുമായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ LDFും UDFും യോജിച്ച് നിൽക്കണം. BJP അതിനെതിരെ നിൽക്കാൻ പാടില്ല. പക്ഷേ മൊത്തത്തിൽ ഈ ബജറ്റ് ഇറ്റ്സ് എ കോൾഡ് ബജറ്റ്. ഇത് വെള്ളത്തിൽ വീണ കടലാസ് പോലത്തെ ഒരു ബജറ്റാണ്. ഡോക്ടർ അബ്ദുൽ സലാം, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.